വെണ്ണിലാവിൻ്റെ ശീതളഛായയിൽ പ്രേമഗീതങ്ങളും ദേവഗീതങ്ങളും പാടി നടന്നിരുന്ന ഈ ലോകം അത്രമേൽ സുന്ദരമെന്നും പ്രപഞ്ച സൃഷ്ടികളെല്ലാം സ്നേഹധാര കണ്ടെത്താനാവുമെന്നും കൗമാരപ്രായം മുതൽ പാടി നടന്നിരുന്ന ഒരു ഗന്ധർവ ഗായകൻ. സർവചരാചരങ്ങളെയും സ്നേഹിക്കണമെന്നും എല്ലാവരെയും സമസൃഷ്ടികളായി കാണണമെന്നും കരുതിയവൻ. അക്ഷരകല സ്വായത്തമായ നാൾ മുതൽ ഈ പ്രപഞ്ച സൃഷ്ടികളെ എല്ലാത്തിനെയും വിസ്മയത്തോടെ നോക്കിക്കണ്ട് അവയെ വാഴ്ത്തിക്കൊണ്ട് സരസ്വതി പൂജ നടത്തിയവൻ. ആകാശഗംഗയെ തരളിത ഭാവത്തോടെ നോക്കി നിന്നവൻ. വെണ്ണിലാവിനെ സ്വന്തമാക്കി മാറോട് ചേർക്കണമെന്നാശിച്ചവൻ. ചിരിച്ചുകൊണ്ടടുത്തവരെയെല്ലാം സ്നേഹിക്കാൻ മാത്രം പഠിച്ച ഞാൻ. പക്ഷേ ചിരിയുടെ പിന്നിൽ പരുഷവും കർക്കശവുമായ മനസ്സാണെന്നറിഞ്ഞത് എത്രയോ വൈകി. എന്നിലെ സർഗവാസനകളെ നശിപ്പിക്കുക എന്ന പോർവിളിയോടെ ചുറ്റിലും വന്നവരെ നേരിടണമെങ്കിൽ എൻ്റെ മാർഗത്തിൽ അപ്രതീക്ഷിതമെന്നോണം വന്നു ചേരുന്ന വൈതരണികളെ തട്ടി അകറ്റണമെങ്കിൽ എനിക്കൊരു പിശാചായി മാറുകയോ ഒക്കോ എന്നായപ്പോൾ എനിക്ക് ആ വേഷം അണിയേണ്ടി വന്നു. സദാചാര മൂല്യങ്ങളിലൂന്നിയുള്ള വിലക്കപ്പെട്ട ബന്ധങ്ങളിലേക്ക് ശരീരവും മനസ്സും തന്ന് പ്രേരിപ്പിച്ചവർ തന്നെ പിന്നീട് അവയുടെ പേരിൽ സമൂഹത്തിൽ ഒറ്റപ്പെടുത്തി ക്രൂശിക്കാൻ ശ്രമിച്ചപ്പോൾ രംഗമാടി തീരുന്നതിനു മുമ്പേ അരങ്ങ് വിട്ടൊഴിയേണ്ടി വന്ന ഹതഭാഗ്യനായ ഒരുവൻ്റെ വേദന തീവ്ര വികാരമായി മാറിയപ്പോൾ എനിക്ക് വേറൊരു വഴിയുമില്ലായിരുന്നു. വേതാള നൃത്തമാടുന്ന സമൂഹത്തിൻ്റെ മുന്നിൽ കാരുണ്യത്തിനു വേണ്ടിയുള്ള യാചന അർത്ഥശൂന്യമാണെന്നറിഞ്ഞപ്പോൾ പീഡാനുഭവങ്ങൾ സമ്മാനിച്ച കരുത്തോടെ തിരിച്ചടിക്കുകയെന്ന തീരുമാനത്തിലെത്തിയതോടെ ആ രാത്രി എനിക്ക് സ്വസ്ഥമായി ഉറങ്ങാൻ പറ്റി. ഏറെ നാൾ കൂടിയിട്ട് എല്ലാം മറന്നുള്ള ഒരു ഉറക്കമായിരുന്നു. നീ ഇനിയും കരുത്താർജിക്കുക, ആഞ്ഞടിക്കുക, വിജയം നിനക്കു തന്നെ. ഉറക്കത്തിൽ ലഭിച്ച ഒരു ഉൾവിളിയോടെ രാവിൻ്റെ അന്ത്യയാമത്തിൽ ഉയർന്നെണീറ്റപ്പോൾ എനിക്കെന്നെ തന്നെ വിശ്വസിക്കാനായില്ല. എൻ്റെ ആകാരത്തിനും വേഷത്തിനും മാറ്റം വന്നിരിക്കുന്നു. എനിക്ക് കൈകളുടെ എണ്ണം കൂടിയിരിക്കുന്നു. പുരാണങ്ങളിലെ ദേവീ ദേവന്മാരുടേത് മാതിരി. അത് സാമാന്യമായ നാലിലും നിൽക്കാതെ പിന്നെയും അസംഖ്യം കൈകൾ. അസുരന്മാർക്ക് പലപ്പോഴും ഈ സിദ്ധി ലഭിച്ചിട്ടുണ്ട് എന്നറിഞ്ഞപ്പോൾ ഞാൻ ഞെട്ടി. പക്ഷേ എന്നെ നേരിടാൻ വരുന്നവരുടെ എണ്ണവും അവരുടെ കൈകളിലെ ആയുധങ്ങളുടെ പെരുപ്പവും കണ്ടപ്പോൾ എനിക്കിത് വന്നു ചേർന്നൊരനുഗ്രഹം പോലെ തോന്നി. അതോടെ ഞാൻ ഉന്മത്തനായി. അറിയാതെ തന്നെ ആ കൈകളിൽ ഓരോന്നിലും ഓരോ പടക്കോപ്പുകൾ വന്നു ചേർന്നു. ഒരു കൈയിൽ പേനയെങ്കിൽ മറുകൈയിൽ കഠാരി. ഇനി ഒന്നിൽ ഓടക്കുഴലെങ്കിൽ മറ്റേ കൈയിൽ മദ്യചഷകം. പിന്നൊന്നിൽ വേദഗ്രന്ഥമെങ്കിൽ മറുവശം ഞരമ്പുകളെ ത്രസിപ്പിക്കുന്ന കാമസൂത്രം. ഇതൊരു പരീക്ഷണമാണ്. ശരിയായ വഴി തിരഞ്ഞെടുത്താൽ വീണ്ടും പരിഹാസ്യനായി തീരുകയേ ഉള്ളൂ. ശത്രുക്കളെ നേരിട്ടേയൊക്കൂ, വിജയിച്ചേയൊക്കൂ. നാശത്തിലേക്കാണെന്നറിഞ്ഞുകൊണ്ട് ഞാൻ തിരഞ്ഞെടുത്തത് രണ്ടാമത്തെ മാർഗമായിരുന്നു. അസുരശക്തികളെ ആശ്രയിച്ചതോടെ എനിക്ക് മുൻപിൽ നോക്കേണ്ടി വന്നില്ല. കൺമുന്നിൽ കണ്ടതിനെയെല്ലാം തട്ടിയകറ്റി. ചില സമയങ്ങളിൽ ചില വേഷങ്ങൾ അണിയേണ്ടി വന്നു. പിശാചിനെ ഭംഗിയിൽ ഒളിപ്പിച്ചുകൊണ്ട് ഞാൻ ഗന്ധർവൻ്റെ വേഷം സ്വീകരിച്ചു. മുമ്പെനിക്ക് ഗന്ധർവൻ്റെ വേഷം അണിയേണ്ടതില്ലായിരുന്നു. ഞാൻ തന്നെ ഗന്ധർവനായിരുന്നു. എൻ്റെ അടുത്ത് കൂടിയവർ ആരൊക്കെയാണെന്ന് വേർതിരിച്ചറിയാൻ ശ്രമിച്ചില്ല. അനായാസമായിരുന്നു എൻ്റെ മാർഗം. ജയിച്ചേ ഒക്കൂ എന്നതിനേക്കാൾ എതിരാളികൾ നയിച്ചേയൊക്കൂ എന്നായി എൻ്റെ മന്ത്രം. തിരിച്ചടിക്കാൻ ആരുമില്ല എന്നായപ്പോൾ ഞാൻ എന്നെ തന്നെ മറന്ന് പാടി. അത്ഭുതമെന്ന് പറയട്ടെ, എനിക്ക് വേണ്ടി സ്തുതിഗീതങ്ങൾ പാടാൻ ആൾക്കാരുണ്ടായിരുന്നു. അവരുടെ മുന്നിൽ കിന്നര ഗായകനായി പാടേണ്ടി വന്നപ്പോൾ പൂർവസൂരി വലിയൊരു പാപമായി അപബോധ മനസ്സിൽ കുടികൊള്ളുന്നത് ഒരു കുറ്റബോധം പോലെ ഉയർത്തെഴുന്നേറ്റു. പക്ഷേ എനിക്ക് വേറൊരു മാർഗവുമില്ലായിരുന്നു. പിശാചായി മാറിക്കൊണ്ടിരിക്കുന്ന ഗന്ധർവ ഗായകൻ്റെ വേദന ആരും അറിഞ്ഞില്ല. ആരവങ്ങളുടെ നടുവിൽ തലകുനിച്ചു നിൽക്കവേ കഴുത്തിൽ വീണ ഹാരങ്ങളുടെ ഭാരത്താൽ വീണ്ടും തലകുനിക്കേണ്ടി വന്നു. തളർന്നു പോകുമായിരുന്ന എന്നെ ആരോ വിശേഷ വിധിയോടെ അലങ്കരിച്ച സിംഹാസനത്തിൽ പിടിച്ചിരുത്തി. പിശാചിൻ്റെ വീണവായന പിന്നെയും നീണ്ടു. ഉയരങ്ങൾ കീഴടക്കുന്നവൻ്റെ പതനത്തിന് ആക്കം കൂടുമെന്ന് ഈ സമയത്തും ആരോ ഉപദേശിക്കുന്നുണ്ടായിരുന്നു. എന്നിട്ടും അങ്ങനൊരു പതനമാണ് ഞാൻ ആഗ്രഹിച്ചത്. അബോധ മനസ്സിൽ തെളിഞ്ഞു വരുന്ന ചിന്തകൾ ഹൃദയത്തിൻ്റെ അടിത്തട്ട് വരെ സ്പർശിച്ച് ചില സമസ്യകൾ ഉയർത്തുന്നുണ്ടെങ്കിലും അവയെ ഗൗനിക്കാതെ ഞാൻ പാടി. വലിയൊരു അഗ്നികുണ്ഡത്തിന് മീതെ നിരപ്പലകകളിട്ട് അതിന് മേൽത്തട്ടുണ്ടാക്കി.
അവിടെ ഒരുക്കിയ സ്വീകരണ മണ്ഡപത്തിലാണ് ഈ സിംഹാസനം. അഗ്നികുണ്ഡത്തിലെത്തി ഏത് നിമിഷവും ആളിക്കത്താം. നിന്റെ ദുർവിധി നീ അറിയാതെ പോകുന്നുവോ? പക്ഷേ ഈ ഓർമ്മപ്പെടുത്തലെല്ലാം ഉലയ്ക്കുന്നത് ഏതാനും നിമിഷങ്ങളിൽ മാത്രം. അടുത്ത നിമിഷം ചുറ്റിലും ഉയരുന്ന തിമർപ്പിൽ ഞാൻ എന്നെ തന്നെ മറക്കുകയായി. പിശാചിൻ്റെ വീണവായനയ്ക്ക് വേണ്ടിയാണ് ഇതൊക്കെയെന്ന് അവരറിയാതെ പോകുന്നു. പാപം ഒരാൺമയിലായി എൻ്റെ മുന്നിൽ വന്നു നിന്ന ഒരവസ്ഥയായിരുന്നു അത്. പാപത്തിൻ്റെ മൂർത്തീകരണമായി കാണുന്ന സർപ്പത്തെ കൊത്തി വലിക്കണമെങ്കിൽ മയിലിൻ്റെ ഹൃദയകാഠിന്യം വേണം. അത്ര ഉന്മത്തമായിരുന്നു മനസ്സ്. മയിലിൻ്റെ ആട്ടം കണ്ട് രസിക്കുന്നവർ അതിൻ്റെ ഉള്ളിലെ വിഷം എത്രയെന്നറിയുന്നില്ല. ഹൃദയം നുറുങ്ങുന്ന അവസ്ഥയിലും പാടിയേ ഒക്കൂ എന്നായപ്പോൾ വേദനയുടെ പാരമ്യത്തിൽ പുളയുന്ന അവസ്ഥയിലും പാടുന്ന എൻ്റെ ഗാനം കേൾക്കാൻ അതാ അവൾ. പുഴയിലെ തെളിനീരിൽ മുങ്ങിക്കുളിച്ച് ഈറൻ വസ്ത്രങ്ങളോടെ അത്ഭുതവും വിസ്മയവും മിന്നിമറയുന്ന ഭാവത്തോടെ 100 പുഞ്ചിരികൾ ചുണ്ടിലൊളിപ്പിച്ച് അവൾ അടുത്തു വന്നപ്പോൾ ഇവൾ ആര്? അപ്സരസോ? ആദ്യ ചോദ്യമുയർന്നതോടെ ഞാൻ എൻ്റെ മുജ്ജന്മ പാപം തിരിച്ചറിഞ്ഞു. ഇന്ദ്രസദസ്സിൽ അപ്സരസുകളിലൊന്നിൽ ഭ്രമിച്ചുപോയ ദേവഗായകന് ഇന്ദ്രശാപത്താൽ കാലിടറി വീഴാനായിരുന്നു വിധി. ഭാഗ്യനിർഭാഗ്യങ്ങളുടെ ഘോഷയാത്രയിൽ ഭാഗ്യമാകാനും സ്വപ്നങ്ങൾ കാണാനും ഭൂമിയിൽ ആരാമസുന്ദരികളുമായി രമിക്കാനും പിന്നീട് അവരുടെ ശാപമേറ്റുവാങ്ങാനുമായിരുന്നു യോഗം. വിളിച്ചു കൂവണമെന്നുണ്ടായിരുന്നു. പ്രിയേ, നീ എന്നിൽ നിന്നകന്നു പോകൂ. എന്നിലെ പാട്ട് കേട്ടിട്ടാണെങ്കിൽ ആ ശബ്ദമാധുരിയിൽ ആകൃഷ്ടയായിട്ടാണ് നീ വന്നതെങ്കിൽ നിനക്ക് തെറ്റി. ഓരോ പാട്ട് പാടിക്കഴിയുമ്പോഴും എന്നിലെ പിശാച് അനുനിമിഷം വളരുന്നു. ഇതൊരു പരീക്ഷണമാണ്. പിശാചിനെ പരീക്ഷിക്കാൻ ദേവതയാവണം ഇവൾ. ആരാണിവൾ ഇങ്ങോട്ട് അയച്ചത്? ഈ അവസ്ഥയിലും എനിക്ക് പാടാനാകുമെന്നതാണ് എൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹം. അതുതന്നെയാണ് എൻ്റെ ശാപവും. കുയിലിൻ്റെ പാട്ട് ദൂരെ നിന്ന് കേൾക്കുമ്പോഴേ മധുരമാവുന്നുള്ളൂ. കുയിലിനെ അടുത്തറിയുമ്പോൾ, അതിൻ്റെ വൈകൃതം തിരിച്ചറിയുമ്പോൾ, അതെ, അതാണ് എൻ്റെ അവസ്ഥ. അടുത്തു വരുമ്പോഴാണ് ചോദ്യം, ഈ വികൃതമായ ജീവിയിൽ നിന്നാണോ ഈ മധുരഗാനം? ഇതോ മധുരമായി ആലപിക്കുന്ന കിളി. പാട്ടുകേട്ട് വന്നവരെല്ലാം കിളിയെ ഉപേക്ഷിച്ചു പോയി. പക്ഷേ കുയിൽ പിന്നെയും പാടുന്നു. ഉപേക്ഷിച്ചു പോയവരെക്കാൾ ഏറെ പേർ പിന്നെയും പിന്നെയും പാട്ട് കേട്ട് വരുന്നു. കുയിലിൻ്റെ ഈ അറപ്പിക്കുന്ന രൂപം കാണുന്ന ചിലരെങ്കിലും കല്ലെറിയുന്നു. എന്നിട്ടും കുയിൽ പാട്ടു നിർത്തുന്നില്ല. എൻ്റെ പ്രിയപ്പെട്ട ദേവി, എന്നെ കല്ലെടുത്തെറിയുന്നതിന് മുന്നേ എന്നെ ഉപേക്ഷിച്ചു പോകുന്നതാണ് ഉത്തമം. എല്ലാത്തരം വൈകൃതങ്ങളും പേറുന്നവനാണ് ഈ പാട്ടുകാരൻ. എനിക്ക് പോലും നിശ്ചയമില്ലാത്ത അത്രയും കാമിനിമാരുമായി രമിച്ചവനാണ് ഞാൻ. പലരും എൻ്റെ പാട്ട് കേട്ട് ആകൃഷ്ടരായി എന്നെ തേടി വന്നതാണെന്ന സത്യം എന്നിലെ കുറ്റബോധങ്ങളെ അകറ്റുന്നുവെങ്കിലും അതൊരാലംബനത്തിന് വേണ്ടി ഞാൻ സ്വീകരിക്കുന്ന അഭയസ്ഥാനമാണ്. പ്രേമത്തെപ്പറ്റിയും ശൃംഗാരത്തെപ്പറ്റിയും പാടി പിന്നെ പാടിയത് കാമത്തെക്കുറിച്ചാണ്. അത് പക്ഷേ ബീഭത്സമായി മാറി. പലരും ഓടിപ്പോകുന്നത് അപ്പോഴാണ്. പോകുന്നതിന് മുന്നേ ചിലർ കല്ലെറിയുന്നു. ഒരു പാട്ടുകാരൻ എല്ലാ രാഗങ്ങളും മൂളണമെന്ന് സമാധാനിച്ച് ഞാൻ എൻ്റെ നിലപാട് സാധൂകരിക്കാൻ ശ്രമിച്ചു. എൻ്റെ നിലപാട് വ്യക്തമാക്കിയിട്ടും എൻ്റെ ദൗർബല്യങ്ങൾ എന്തെന്നറിഞ്ഞിട്ടും എന്തിനിനിയും നീ ഇവിടെ തന്നെ നിൽക്കുന്നു? അമ്പലത്തിൻ്റെ വിശുദ്ധിയും ആശ്രമ ചൈതന്യവും നിറഞ്ഞ കണ്ണുകളിൽ നക്ഷത്രദീപ്തിയും ചുണ്ടിൽ നറുപുഞ്ചിരിയുമുള്ള ശാലീനയായ നിന്നെ ഒരു ദേവതയായി മാത്രമേ കാണാനാകൂ. കാമവും ക്രോധവും ലോഭവും നിറഞ്ഞ വിഷലിപ്തമായ മനസ്സിൽ അധമവികാരങ്ങൾ കടന്നുകൂടുന്നതിന് മുന്നേ നീ എന്നിൽ നിന്നകന്നു പോകൂ. അവളുടെ തിരോധാനത്തിന് വേണ്ടി കാത്തിരുന്നു. അതിനുവേണ്ടി മാത്രം ഞാൻ എൻ്റെ ഗാനാലാപനം നിർത്തിവെച്ചു. ഇനിയും ഈ ഗാനം കേട്ട് ആകൃഷ്ടരായി ആരും വരരുത്, ആരും നശിക്കരുത്, ആരും എന്നെ കല്ലെറിയരുത്. അവൾ കടന്നു പോകുന്ന നിമിഷത്തിന് വേണ്ടി ഞാൻ കണ്ണടച്ചു. പക്ഷേ കണ്ണടച്ചാലും മനസ്സിൽ തെളിയുന്നത് അവളാണ്. ആ സൗന്ദര്യം എൻ്റെ ചേതനയെ ലഹരി പിടിപ്പിക്കുന്നു. ഇതിലും മേലെ സൗന്ദര്യമുള്ള സ്ത്രീ അവൾ ആരായിരുന്നു? അല്ല, ഇതവൾ തന്നെ. സ്വപ്നത്തിൽ വന്നെന്നെ അനുഗ്രഹിച്ച് കടന്നുപോയവൾ, മടക്കത്തിൽ ഒരുമിക്കാമെന്ന് വാക്കു തന്നവൾ. എൻ്റെ ജന്മം സഫലമായി. ഇനി എനിക്ക് മടങ്ങാം. പെട്ടെന്നെൻ്റെ അന്ധകരണം മന്ത്രിച്ചു. മടങ്ങാമെന്നോ? നീ എവിടെ പോകുന്നു?
നിനക്ക് ചെയ്തു തീർക്കാൻ ഇനിയും ബാക്കി, തുടങ്ങി വെച്ച് മുഴുമിപ്പിക്കാത്തത് വേറെ, അപ്പോൾ പോകാമെന്നോ? ആ ചോദ്യം ശക്തമായ ഒരു ഉൾവിളിയായി മാറിയതോടെ ഞാൻ ഞെട്ടിയുണർന്നു. വീണ്ടും ഞാൻ ഈ ലോകത്തിലേക്ക് തിരിച്ചു വന്നു. ഈശ്വര, ഞാൻ ഉണർന്നത് വീണ്ടും അന്ധകാരത്തിലേക്കോ? ഇന്നലെ സന്ധ്യയ്ക്ക് തുടങ്ങിയ മഴയും കാറ്റും, ഇടവിട്ടുള്ള ഇടിവെട്ട്, അകമ്പടി പോലെ ഇടയ്ക്കിടെ അത്ര ദൂരെയല്ലാതെ ഉയരുന്ന നായ്ക്കളുടെ ഓരിയിടൽ ശബ്ദം, ഇതെല്ലാം എന്നെ വേറെ ഏതോ ലോകത്തേക്ക് നയിച്ചു. ഭീതിയുടെയും സഹനത്തിൻ്റെയും സാന്ത്വനത്തിൻ്റെയും നാളുകൾ ഓർമ്മയിൽ കടന്നു വന്നപ്പോൾ ഒരു തയ്യാറെടുപ്പിനെന്ന പോലെ മനസ്സ് പാകപ്പെടുത്തിയെടുത്തു. ഇല്ല, എനിക്കിനിയും ജീവിക്കണം. ജീവിതത്തിൻ്റെ കൊതിയും മതിയും തീരാതെയുള്ള ഒരു തിരിച്ചുപോക്കിനെ ഞാൻ എന്തിന് തയ്യാറെടുക്കണം? പൂർത്തിയാകാതെ വച്ചുപോയ സൃഷ്ടികൾ, ഇനിയും മനസ്സിൽ കാത്തുസൂക്ഷിക്കുന്ന ഏറ്റവും ഉത്കൃഷ്ടമായി മാറാവുന്ന കൃതികൾ, അവയൊക്കെ വേണ്ടെന്ന് വയ്ക്കണോ? എനിക്കിനിയും ഒരു ജീവിതമുണ്ടെന്ന്, ഇനിയും മഹത്തായ കർത്തവ്യങ്ങൾ കാവ്യലോകത്ത് ചെയ്തു തീർക്കാനുണ്ടെന്ന് ആയിരക്കണക്കിന് നിരക്ഷരരായവർ ഉൾപ്പെടെയുള്ളവർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഞാനെന്തിനൊരു മടക്കത്തിന് വേണ്ടി തയ്യാറെടുക്കണം? മൂടിക്കെട്ടുന്ന ആകാശം അന്ധകാരത്തിൻ്റെ ഭീകരതയ്ക്ക് ആക്കം കൂട്ടുന്നു. കുറേ മുമ്പ് വെള്ളി വെളിച്ചം വിതറി മനസ്സിനെ ദീപ്തമാക്കിയ വെണ്ണിലാവ് ഇനിയും വരില്ലേ? ആഞ്ഞടിക്കുന്ന കാറ്റത്തും കോരിച്ചൊരിയുന്ന മഴയത്തും കെടാതെ ഈ മുറിയിൽ വെളിച്ചം പകർന്ന റാന്തൽ ഇടയ്ക്കെപ്പോഴോ കെട്ടത്. പക്ഷേ മഴ നിന്നപ്പോൾ ആരാണ് ഈ വിളക്ക് കത്തിക്കുക? ബ്രാഹ്മമുഹൂർത്തത്തിലേക്ക് രാവിൻ്റെ യാമങ്ങൾ ഒടുങ്ങുമ്പോൾ എനിക്കെൻ്റെ കാവ്യസൃഷ്ടിക്കുള്ള തയ്യാറെടുപ്പ് നടത്തേണ്ടതുണ്ട്. പക്ഷേ വെളിച്ചമില്ലാത്ത അവസ്ഥയിൽ അതെങ്ങനെ സാധിക്കും? ഉറക്കമില്ലാതെ, പലപ്പോഴും ഉറക്കത്തിനും മയക്കത്തിനും മധ്യേ രാത്രികളിൽ തള്ളി നീക്കുമ്പോൾ ശിഥില വിചാരങ്ങൾ മനസ്സിലേക്കും ഒന്നിനു പിറകെ മറ്റൊന്ന് എന്ന രീതിയിൽ കടന്നു വന്ന് പാപത്തിന് സ്തോത്രം ചൊല്ലുന്ന പാട്ടുകാരനായി എന്നെ മാറ്റുമ്പോൾ മൺമറഞ്ഞു പോയാലും ഒരു സ്വപ്നമായി എൻ്റെ പേര് എന്നെന്നും ഉണ്ടാവണമെന്ന മറ്റൊരു സ്വപ്നമാണ് സഫലമാവാതെ പോകുന്നത്. വീണ്ടും തണുത്ത കാറ്റ്, എല്ലുകളിലേക്ക് വരെ ഇറങ്ങിച്ചെല്ലുന്ന തണുപ്പത്തും പിടിച്ചു നിൽക്കുന്നത് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുടെയും ദേവാലയങ്ങളിൽ നേർച്ചകൾ നേരുന്നവരുടെയും മനസ്സ് കാണുന്നതുകൊണ്ടാണ്. മനുഷ്യ സമൂഹത്തെ ഒന്നടങ്കം ക്രൂരമായി അധിക്ഷേപിച്ചുകൊണ്ട് എഴുതിയതിനൊക്കെ എനിക്ക് മാപ്പ് ചോദിക്കണം. അവരുടെ പ്രാർത്ഥനകൾ, വേദനകൾ, അവരുടെ സ്വപ്നങ്ങൾ, അവരുടെ കൊച്ചു കൊച്ചു സന്തോഷങ്ങളും ദുഃഖങ്ങളും, അവയെക്കുറിച്ചൊക്കെ എഴുതണം. പക്ഷെ വെളിച്ചമില്ലല്ലോ. പുലർ വെളിച്ചത്തിന് വേണ്ടി ഇനിയും കാത്തിരിക്കണം. ബ്രാഹ്മമുഹൂർത്തത്തിലെ സൃഷ്ടിക്ക് ലഭിക്കുന്ന ചാരുത, പൂർണ്ണത, അതായിരുന്നു ഏറെ കാമ്യം. പക്ഷേ അതിന് ഈ വിളക്ക് ആര് കത്തിക്കും? കൂരിരുട്ടിനെ പ്രകാശമാനമാക്കുന്ന വെള്ളി വെളിച്ചം വിതറാൻ നിലാവ് വരില്ലേ? വൃക്ഷത്തലപ്പുകളെ ഇളക്കിക്കൊണ്ട് തണുത്ത കാറ്റ് വീശാൻ തുടങ്ങിയതോടെ ഇടയ്ക്കൊന്ന് മുറിഞ്ഞുപോയ മഴ വീണ്ടും ശക്തമായി. ഇടയ്ക്കിടെയുള്ള ഇടിമിന്നൽ ജനലിൻ്റെ തുറന്ന പാളിയിൽ കൂടി പുറത്തുള്ള നീണ്ടു നിൽക്കുന്ന വഴിത്താര ദൃശ്യമായി. ദേവകന്യക കുറച്ചു മുന്നേ വന്നത് ഈ വഴിത്താരകളിലൂടെ കുളിച്ചീറൻ പോലും മാറാതെ, തലയിലെ വെള്ളം പോലും തുവർത്തിക്കളയാതെ ഒരപ്സര കന്യകയെ പോലെ വന്ന ദേവി, നീ എവിടെ? ഈ ഇരുട്ടിനെ അകറ്റാൻ ആ ദേവകന്യകയ്ക്കാകും. മുറിയിലെ വിളക്ക് കത്തിക്കാൻ അവൾക്കാകും. പക്ഷേ അവളിവിടെ. എൻ്റെ ദേവി, നീ എവിടെ? എന്നിലെ സർഗാത്മകളെ ഉണർത്തി ഇന്നേ വരെ ആരും പറയാത്ത കാവ്യപ്രപഞ്ചം സൃഷ്ടിക്കാൻ ദേവി, നിനക്കെന്നെ സഹായിക്കാനാകും. ഓർക്കാപ്പുറത്തെന്നോണം തോളത്ത് ലഭിച്ച ഒരു മൃദുസ്പർശം. ആരുടെ സ്പർശമാണത്? എൻ്റെ നാഡീസ്പന്ദനങ്ങൾക്ക് ആക്കം കൂട്ടാനോ അതോ ചെവിയിലൊരു മൃദുമൊഴി? വരൂ, സമയമായി. സമയമായെന്നോ? ഇല്ല, എനിക്ക് വരാനാവില്ല. എൻ്റെ കടമകൾ ഇനിയും ബാക്കി. എഴുതാൻ ബാക്കി വെച്ചവ, എഴുതി പൂർത്തിയാക്കാനാവാത്തവ വേറെ. എനിക്ക് വേണ്ടി എൻ്റെ മനസ്സിലെ പ്രാർത്ഥനയായി വന്ന അസംഖ്യം സഹൃദയർക്ക് വേണ്ടി ഞാൻ എഴുതാൻ തുടങ്ങുന്ന സൃഷ്ടികൾ, അവയൊക്കെ എനിക്ക് നടത്തേണ്ടതുണ്ട്. നിനക്കിനിയും എഴുതാനുണ്ടെന്നോ? സർഗധനനായ ഒരു കവി എഴുതേണ്ടതിലേറെ നീ എഴുതിക്കഴിഞ്ഞു. ഇനി നീ മടങ്ങുകയാണ് വേണ്ടത്. വരൂ. ഇരുട്ടത്താണെങ്കിലും കാണാനാവുന്നില്ലെങ്കിലും അവൾ മൊഴിയുന്ന വാക്കുകൾക്ക് ഗാനാലാപനത്തിൻ്റെ മാധുരി. വരൂ, സമയമായി. ഇല്ല ഇല്ല, ഞാൻ പറഞ്ഞല്ലോ, എനിക്കെൻ്റെ സൃഷ്ടികൾ, അവ എഴുതിയേ ഒക്കൂ. മരിച്ച് മണ്ണടിഞ്ഞാലും എൻ്റെ പേര് അനശ്വരമായി മാറാൻ
എൻ്റെ സൃഷ്ടികൾ എന്നെന്നും സഹൃദയരുടെ മനസ്സിൽ കണ്ട് മതിയാവാത്ത ഒരു സ്വപ്നം പോലെ നിലനിൽക്കാൻ എനിക്കിനിയും സർഗസൃഷ്ടികൾ നടത്തിയേ ഒക്കൂ. ഒരു തത്വനിശ്വാസം അടുത്തു നിന്ന്. മൃദുസ്പർശം വീണ്ടും തോളത്ത്. അതെ, ഇതവൾ തന്നെ. അപ്പോൾ നേരത്തെ കണ്ടത് സ്വപ്നമായിരുന്നില്ല, മിഥ്യയായിരുന്നില്ല, ഒരു സത്യമായി അവൾ വന്നിരിക്കുന്നു. എൻ്റെ ദേവി, ഇപ്പോൾ ഇരുട്ടിലും അവളെ തിരിച്ചറിയാൻ കഴിയും. അവൾ നിൽക്കുന്നിടം പ്രകാശപൂർണമായി മാറുന്നു. പ്രിയനെ, ഒരു പൂർണ്ണജന്മം ഈ ഹ്രസ്വമായ കാലയളവിൽ നീ അനുഭവിച്ചു കഴിഞ്ഞു. ഇനിയും ഇവിടെ കഴിയണമെന്നത് പ്രകൃതിയുടെ കൽപ്പനകളെ ലംഘിക്കലാവൂ. നീ എഴുതിയതെല്ലാം നിനക്ക് വേണ്ടി മാത്രമല്ലല്ലോ, ഈ തലമുറയ്ക്കും വരും തലമുറയ്ക്കും വേണ്ടിയല്ലേ. ഒരു കവിക്കും ലഭിക്കാത്ത പ്രശസ്തിയും പദവിയും നിനക്ക് ലഭിച്ചില്ലേ? വരും തലമുറയിൽ എഴുതുന്നവർ നിന്റെ വാക്കുകളെ, കൽപ്പനകളെ, ഇവയൊക്കെ കടമെടുക്കേണ്ടി വരുമ്പോൾ അവ വായിക്കുന്നവർ കാണുന്നത് നിന്റെ രചനയായിട്ടായിരിക്കും. അവിടെ അവർ ഓർക്കുന്നത്, കേൾക്കുന്നത്, അറിയുന്നത് എല്ലാം നിന്നെയായിരിക്കും. നിന്റെ കവിതകളിലെ ഏതെങ്കിലും 2 വരി മൂളാത്തവർ വരും നൂറ്റാണ്ടിലും ഉണ്ടാവില്ല. ഇനി വരുന്നവർ എഴുതുമ്പോൾ, നിന്റെ സൃഷ്ടികളെ ആശ്രയിക്കേണ്ടി വരുമ്പോൾ അതവരുടെ നിലനിൽപ്പിനെയാവും ബാധിക്കുക. വരുംകാല ചലച്ചിത്ര നാടകഗാനങ്ങളിൽ അനുവാചകർ കേൾക്കുന്നത് നിന്റെ വാക്കുകളാകും. കാമിനി കാമുകന്മാരുടെ സംഗമവേളകളിൽ, വിരഹവേളകളിൽ, കൊച്ചു പിണക്കങ്ങൾ പരിഭവമായി മാറുന്ന നിമിഷങ്ങളിൽ, ഭാവിയിലേക്ക് പ്രതീക്ഷയോടെ നോക്കുമ്പോൾ എവിടെയും അവർ ഉപയോഗിക്കുന്ന വാക്കുകൾ നിന്റേതായിരിക്കും. യശപ്രാർത്ഥികളായവർ മാത്രമല്ല, പ്രശസ്തരായവർ വരെ നിന്റെ വാക്കുകൾ കടമെടുത്തേ ഒക്കൂ എന്നാവുമ്പോൾ എന്തിനിനിയും ആയുസ്സു നീട്ടിത്തരണമെന്നു നീ പ്രാർത്ഥിക്കണം. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അനേകായിരം സഹൃദയരായ വായനക്കാർ, യുവാക്കളും വിദ്യാർത്ഥികളും ഉൾപ്പെടുന്ന ചെറുപ്പക്കാർ, കേട്ടുപഠിച്ച എൻ്റെ വരികൾ ഉരുവിടുന്ന നിരക്ഷരരായ സാധാരണക്കാരും കൂലിവേലക്കാരും തൊഴിലാളികളും ഉൾപ്പെടുന്ന ജനസമൂഹം, അവരുടെ വികാരങ്ങളെ, സ്നേഹങ്ങളെ ഞാൻ കണ്ടില്ലെന്ന് നടിക്കണമോ? അവരുടെ അധ്വാന ഫലമായി നേടിയ ചില്ലിത്തൊട്ടുകൾ സ്വരൂപിച്ച് അയച്ചു തന്ന തുകകൾ, എൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി പ്രാർത്ഥനയോടെ അയച്ചു തരുന്ന ആ തുകകൾക്ക് ഞാൻ നന്ദി പറയേണ്ടെന്നോ? പ്രിയനെ, ഈ ഭാഷ നിൽക്കുന്നിടത്തോളം കാലം നീയും നിന്റെ കൃതികളും നിലനിൽക്കും. ഭാഷാസ്നേഹികൾ പോകുന്നിടത്തൊക്കെ നീയുണ്ടാകും. സാഹിതീ ലോകത്ത് നീ അമരനായി മാറുമ്പോൾ പിന്നെ നീ എന്തിന് ഉത്കണ്ഠാകുലനാകണം? ഇനിയും ഇവിടെ കാലം കഴിക്കണമെന്നത് നിനക്ക് ദോഷമേ വരുത്തി വയ്ക്കൂ. പെട്ടെന്നുണ്ടായ കൊള്ളിയാൻ്റെ വെളിച്ചത്തിൽ എൻ്റെ അടുത്തു നിൽക്കുന്ന അപ്സരസിനെ ഞാൻ തിരിച്ചറിഞ്ഞു. അതോടെ എൻ്റെ ജന്മരഹസ്യം ഒരു കണ്ണാടിയിൽ എന്നതുപോലെ വീണ്ടും തെളിഞ്ഞു വന്നു. അതെ, ഇതവൾ തന്നെ. ഇന്ദ്രസദസ്സിൽ എൻ്റെ പാട്ടുകൾക്കൊത്ത് ചുവട് വെച്ചവൾ, പിന്നീട് ആ ചുവട് വയ്പ് എനിക്ക് വേണ്ടി മാത്രമാക്കിയവൾ. എൻ്റെ പാട്ടുകൾ അവളെക്കുറിച്ച് മാത്രമായപ്പോൾ ഞാനും അവളും അദൃശ്യമായ ദിവ്യകൽപ്പനയാൽ ഒന്നായിത്തീർന്നപ്പോൾ എല്ലാം ഞാനിപ്പോൾ അറിയുന്നു. ഭൂമിയിൽ വന്ന് ഹ്രസ്വമായ ഒരു കാലയളവിൽ ഒരു പൂർണ്ണജന്മത്തിലെ എല്ലാ സുഖാനുഭൂതികളും അനുഭവിച്ച്, പിന്നീട് അതിലേറെ യാതനകളും വേദനകളും അനുഭവിച്ച്, അന്ധകാരത്തിൽ നിന്ന് എന്നെ ഉയർത്തെഴുന്നേൽപ്പിക്കാനായി സ്വർഗത്തിൽ നിന്നും വന്ന ദേവി, പ്രിയനെ, ഇനിയും നിനക്കിവിടെ കഴിയണമെന്നാണോ? വാർദ്ധക്യ സഹജമായ രോഗപീഠകളോടെ ചോരയും നീരും പറ്റി വടിയും കുത്തിപ്പിടിച്ച് എല്ലാവരാലും വെറുക്കപ്പെട്ട് അവഗണനയും അവഹേളനവും ഏറ്റുവാങ്ങി നിത്യവിസ്മൃതിയിലേക്ക് പോകണമെന്നാണോ? ഇപ്പോഴത്തെ മടക്കം നിത്യ യൗവനമാണ് നിനക്ക് നൽകുക. അതാവും വരും തലമുറയുടെ സ്മരണയിൽ തുടിച്ചു നിൽക്കുക. നിത്യനൂതനങ്ങളായി നിന്റെ സർഗസൃഷ്ടികൾ നിലനിൽക്കണമെങ്കിൽ, അവ എന്നും വായിക്കപ്പെടണമെങ്കിൽ, പുസ്തകശാലകളിലെ അലമാരകളിൽ എന്നും കാണണമെങ്കിൽ നിന്റെ കർമ്മകാന്ഡം ഇവിടെ തീർന്നതായി നീ കാണണം. ഒരു പൂർണ്ണജന്മം അനുഭവിച്ചു കഴിഞ്ഞ നിനക്ക് ഇനി മടങ്ങുക എന്നത് പ്രകൃതി നിയമമാണ്. വീണ്ടുമുള്ള അപ്സരസിൻ്റെ സ്പർശത്തോടെ ലഭിച്ച വെള്ളി വെളിച്ചം എല്ലാം എനിക്ക് ഉൾക്കൊള്ളാനായി. ഇവൾ തന്നെ, ഇന്ദ്രസദസ്സിലെ ദേവകന്യക. എൻ്റെ സ്പന്ദനങ്ങൾക്ക് വേഗത കുറയുന്നു. ഒരു പക്ഷേ നിശ്ചലതയിലേക്കുള്ള വഴിമാറലാവാം ദേഹമാസകലം അനുഭവപ്പെടുന്ന വേദനയും വിറയും.
ചിലപ്പോൾ വന്നു ചേരുന്ന നിർത്താതെയുള്ള ചുമ. എല്ലാം പയ്യെ മറവിയാവുകയാണ്. ഇപ്പോൾ ഈ വേദന മധുരമാണ്. ഇതിൻ്റെ സമ്മാനം ഐശ്വര്യപൂർണമായ മറ്റൊരു ലോകത്താണ്, മരണത്തിനപ്പുറമുള്ളൊരു ലോകത്ത്. വീണ്ടും അപ്സരസിൻ്റെ ആ മൃദുമൊഴി. സമയമായി.